സോ നമ്മളുടെ പ്രോ വൈറസ് ആക്റ്റീവ് ആവുന്നത് അടുത്ത സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ കാസ്പെഡ് പോളിപ്രോട്ടീൻ ഇസ് ക്ലീവ്ഡ് in order to produce the virus specific protease, which is very essential for the assembly of the HIV-1 virus. സോ ഈ പ്രോ വൈറസ് ആയിട്ട് മാറിയ നമ്മളുടെ HIV-1 വൈറസിൻ്റെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോട്ടിയേസ് എൻസൈം റിലീസ് ചെയ്യാനായിട്ട് a caspid polyprotein is cleaved. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരു കാസ്പിഡ് പോളിപ്രോട്ടീൻ ക്ലീവ് ചെയ്ത് അല്ലെങ്കിൽ അത് ഒന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വൈറസ് സ്പെസിഫിക് പ്രോട്ടിയേസ് എൻസൈംസ് ആർ റിലീസ്ഡ് ആൻഡ് ദിസ് എൻസൈംസ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദ അസംബ്ലി ഓഫ് ദ HIV-1 വൈറസ്. അങ്ങനെ പുതിയതായിട്ടുണ്ടായ വൈറസ് ക്യാപ്സിഡിലേക്ക് the RNA genome of the virus will be incorporated and a new virus is formed. ഈ ന്യൂ വൈറസ് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ മേളിലായിട്ട് ബഡ് ചെയ്ത് അത് വെളിയിലേക്ക് റിലീസ് ചെയ്യും ആൻഡ് ദെൻ ഇറ്റ് ഇസ് പ്രൊലിഫറേറ്റഡ്. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ പാത്തോജെനസിസ് ഓഫ് HIV. ഒന്നുകൂടെ പറയാം, HIV വൈറസിന് 2 സ്ട്രെയിൻസ് ഉണ്ട്, HIV-1, 2. HIV-1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഇതിന് 3 റീജിയൻസ് ആണ് ഉള്ളത്. ദ ഗാഗ് റീജിയൻ വിച്ച് ഹാസ് ദ വൈറൽ കോർ, the pole region which has the viral enzymes, and the end region which has the virus proteins which is GP120 and GP41. GP120 ആണ് വൈറസിന്റെ ഔട്ടർ കവർ ഫോം ചെയ്യുന്നത് which has binding sites for the CD4 cells. അപ്പോൾ ഒരു ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് ഒരു വൈറസ് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ആൻഡ് അറ്റാച്ച് ടു ദ CD4 സെൽ. അപ്പോൾ GP120യും CD4ഉം അറ്റാച്ച് ആവും. അതിനുശേഷം ദർ വിൽ ബി സം കൺഫർമേഷണൽ ചേഞ്ചസ്. ഈ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മറ്റേ പ്രോട്ടീനായ GP41 ഇറ്റ് വിൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് ദ ഫ്യൂഷൻ റിസപ്റ്റർ. ഈ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ദർ വിൽ ബി വൈറൽ ഫ്യൂഷൻ. വൈറൽ ഫ്യൂഷൻ നടക്കുമ്പോൾ ദർ ഇസ് എൻട്രി ഓഫ് ദ വൈറസ് ഇൻ ടു ദ സെൽ സൈറ്റോപ്ലാസം. സെൽ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം വൈറൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഈ സർക്കുലർ DNA പിന്നെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ഇതിലെത്തിയ ഉടനെ ഇറ്റ് വിൽ ഇൻറ്റഗ്രേറ്റ് വിത്ത് ദ ക്രോമസോമൽ DNA ഓഫ് ദ സെൽ. അങ്ങനെ ഒരു പ്രോ വൈറസ് ഫോം ചെയ്യും. ഈ പ്രോ വൈറസ് ചിലപ്പോൾ പെട്ടെന്ന് ആക്റ്റീവ് ആവാം, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ഡോർമെൻ്റ് ആയിട്ട് നിൽക്കാം. സോ പ്രോ വൈറസ് ആക്റ്റീവ് ആവുന്ന സ്റ്റേജിൽ ഒരു പുതിയ വൈറസിനെ ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a caspid polyprotein that is cleaved in order to release the enzyme protease, which is very essential for the assembly of the HIV-1 virus. അങ്ങനെ നമ്മളുടെ പുതിയതായിട്ടുണ്ടായ വൈറൽ കാസ്പിഡിലേക്ക് RNA ജീനോം ഇൻകോപ്പറേറ്റഡ് ആവും. അങ്ങനെ ഒരു പുതിയ വൈറസ് ഫോം ചെയ്യും. ഈ പുതിയ വൈറസ് നമ്മുടെ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിൽ ബഡ് ചെയ്യും ആൻഡ് ദെൻ ഇറ്റ് ഇസ് റിലീസ്ഡ് ഫോർ പ്രൊലിഫറേഷൻ. കമ്മിങ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് HIV. എല്ലാവർക്കും അറിയാം HIV എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. സോ HIV യൂഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ അൺസേഫ് സെക്ഷൽ കോണ്ടാക്ട്, parenteral exposure, that is through exposure to any blood, body fluids or any other fluids which is contaminated with HIV virus like saliva, breastfeed, ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ, or vertical transmission from mother to child. അമ്മ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ it may get transmitted into the baby and this is known as vertical transmission. So these are the major modes by which HIV virus is transmitted, which is sexual contact, parenteral exposure to blood or body fluids, or vertical exposure from the mother to the child. ഇനി പീഡിയാട്രിക് പോപ്പുലേഷനിൽ HIV ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം ഇതിലേതായിരിക്കും? വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ തന്നെയാണ്.
So the primary route of infection in pediatric population is vertical transmission. Vertical transmission of HIV usually occurs during the intrauterine or the intrapartum periods or through breastfeeding. ഒന്നെങ്കിൽ കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെലിവറിയുടെ ടൈമിലോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമിലോ ഈ മൂന്ന് സിറ്റുവേഷൻസിലാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. Among this, the highest percentage of HIV infection occur during the intrapartum period. So delivery time there are high chances for the baby to get exposed to the maternal blood. ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ HIV ട്രാൻസ്മിഷൻ ത്രൂ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. Coming to the clinical manifestations of HIV. The clinical manifestations of HIV infection vary widely among infants, children and adolescents. The initial symptoms, they are very non-specific, like lymphadenopathy, hepatosplenomegaly, failure to thrive, chronic or recurrent diarrhea, interstitial pneumonia or oral thrush. ഇതൊക്കെയാണ് ഇനീഷ്യൽ സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. lymphadenopathy, hepatosplenomegaly, failure to thrive, chronic or recurrent diarrhea, interstitial pneumonia or oral thrush. പീഡിയാട്രിക് HIV ഡിസീസിനെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റേജ് ചെയ്യാനായിട്ട് രണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, വിച്ച് ഇസ് ക്ലിനിക്കൽ സ്റ്റാറ്റസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് ഇമ്മ്യൂണോളജിക്കൽ ഇമ്പയർമെൻറ്റ്. ലൈക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, CD4 സെല്ല് വെച്ചിട്ട് സ്റ്റേജിങ് വേറെ ചെയ്യാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വെച്ചിട്ട് വേറെ ചെയ്യാം. So pediatric populationലും സെയിം പാരാമീറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് for the staging of the disease. Either we can use the clinical status or you can use the degree of immunological impairment. Now let's see the WHO clinical staging of HIV or AIDS in children according to the clinical manifestations. The first stage is clinical stage 1, where you have an asymptomatic persistent generalized lymphadenopathy. ഈ ഒരു സിംറ്റം മാത്രമാണ് ഈ സ്റ്റേജ് 1 കാണുന്നത്, where you have asymptomatic persistent generalized lymphadenopathy. So stage 1 the symptom is asymptomatic persistent generalized lymphadenopathy. In stage 2 the symptoms are unexplained persistent hepatosplenomegaly, papular pruritic eruptions, fungal nail infections, angular cheilitis, lineal gingival erythema, extensive wart virus infection. ഒന്നുകൂടെ പറയാം, ഇതുവരെ തീർന്നിട്ടില്ല. ഇതുവരെ പറഞ്ഞ സിംറ്റംസ് ഇതൊക്കെയാണ്: അൺഎക്സ്പ്ലെയിൻഡ് persistent hepatosplenomegaly, papular pruritic eruptions, fungal nail infection, angular cheilitis, lineal gingival erythema, extensive wart virus infection, extensive molluscum contagiosum, recurrent oral ulceration, unexplained persistent parotid enlargement, herpes zoster, recurrent or chronic upper respiratory tract infections like otitis media, otorrhea, sinusitis, tonsillitis. So ഇതൊക്കെയാണ് ക്ലിനിക്കൽ സ്റ്റേജ് 2 കാണുന്നത്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. റിക്കറൻറ്റ് ഓർ ക്രോണിക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, herpes zoster, unexplained persistent parotid enlargement, recurrent oral ulceration, extensive molluscum contagiosum, extensive wart virus infection, lineal gingival erythema, angular cheilitis, fungal nail infection, papular pruritic eruptions,
unexplained